നമസ്കാരം. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ JS സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മരണത്തിലേക്ക് നടന്നു പോയിട്ട് ഇന്നലെ 1 കൊല്ലം തികഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണത്തോടുകൂടി റാഗിംഗ് എന്ന ഈ പ്രാകൃത കാട്ടാളത്തരം SFIക്കാർ അവസാനിപ്പിക്കുമെന്നാണ് നമ്മളൊക്കെ കരുതിയത്. SFIക്കാരാണെന്ന് എടുത്തു പറയാൻ കാരണമുണ്ട്. ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ എപ്പോഴും പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത് SFIക്കാർ തന്നെയാണ്. അതിനുശേഷവും ക്രൂരമായ റാഗിംഗ് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൻ്റെ പ്രതികൾ ഇപ്പോഴും റിമാൻഡിലാണ്. എൻ്റെ ചോദ്യം അതല്ല, എന്തുകൊണ്ടാണ് ഈ SFI വിദ്യാർത്ഥികൾക്ക് മാത്രം ഇത്തരത്തിലുള്ള ഒരു ക്രൂര മനസ്സുണ്ടാകുന്നത്? ഇവർ ഏത് പാർട്ടി ക്ലാസ്സിൽ എന്താണ് സാർ പഠിപ്പിക്കുന്നത്? താങ്കളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ, താങ്കളും SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്താണ് അവരുടെ ഈ തലച്ചോറിനുള്ളിൽ എന്താണ്? പക്ഷെ എനിക്കിതിനകത്ത് തോന്നുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് SFI നേതാക്കന്മാരുടെ അല്ലെങ്കിൽ SFIയിൽ പ്രവർത്തിക്കുന്നവരുടെയോ ഒരു കുഴപ്പമായിട്ടല്ല നമ്മളിത് കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും മേൽത്തട്ടിൽ ഉണ്ടായിരിക്കുന്ന ജീർണതയുടെ പ്രതിഫലനമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ എന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ SFI നടത്തുന്ന ഈ പ്രാകൃത പ്രവർത്തനങ്ങളുടെ എല്ലാം ഉത്തരവാദിയും അതിൻ്റെ തലതൊട്ടപ്പനും കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഞാനത് വിശദീകരിച്ചത് ഇതിനു മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പിണറായി വിജയന് പകരം VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയും. യഥാർത്ഥത്തിൽ നടന്നത് എന്താ, അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എന്നെപ്പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനത് പറയാൻ കാര്യം, ഈ സിദ്ധാർത്ഥൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്, CBIയുടെ കുറ്റപത്രം, അതെല്ലാം സുദീർഘമായി വായിച്ച് മനസ്സിലാക്കിയ ഒരാളാണ്. മറ്റുള്ളവരൊന്നും വായിച്ചിട്ടില്ലെന്നല്ല, പക്ഷെ ഞാൻ വായിച്ച അത്ര ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എന്നെനിക്ക് നിർബന്ധം. 17/2/16 മുതൽ തുടങ്ങിയ പീഡനമാണ്. 18-ാം തീയതി 2:10 മണിക്കാണ് മരണത്തോടിയത് അവസാനിക്കും. അപ്പോൾ 16-ാം തീയതി മുതൽ തുടങ്ങിയ പീഡനം സംബന്ധിച്ച് ആൻറ്റി റാഗിംഗ് കമ്മിറ്റി ആണ് ആദ്യമായി പരിശോധിക്കുന്നത്. ആൻറ്റി റാഗിംഗ് കമ്മിറ്റിക്ക് വിശദമായിട്ടുള്ള പരാതികൾ ലഭിച്ചതിനെ തുടർന്നിട്ടാണ് ആൻറ്റി റാഗിംഗ് കമ്മിറ്റി ഈ വിഷയത്തിലേക്ക് ഇറങ്ങുന്നത്. ഏതാണ്ട് 100-നടുത്ത ആളുകളുടെ അടുത്ത് തെളിവെടുത്തതിന് ശേഷമാണ് ഈ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി വിശദമായിട്ടുള്ള റിപ്പോർട്ട്. യഥാർത്ഥത്തിൽ ഈ റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ എൻ്റെ കൈവശമുണ്ട്. ഈ റിപ്പോർട്ടിൽ നമ്മൾ നോക്കണം, റിപ്പോർട്ടിൽ അവർ ടേബിൾ വരെ അവസാനം കൊടുത്തിരിക്കുക, ആരൊക്കെ എവിടെയൊക്കെ പങ്കെടുത്തു കണ്ടോ. അതിൻ്റെ മൊത്തം വിശദാംശങ്ങൾ സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ്. ഇതിനകത്ത് അവിടെ ഈ പറഞ്ഞ പോലെ അയാൾക്കെതിരെ ബ്രൂട്ടലായിട്ടുള്ള ഫിസിക്കൽ അസോൾട്ടും പബ്ലിക് ട്രയലും നടന്നു. അതിനെതിരെ ബ്രൂട്ടലായിട്ടുള്ള ഫിസിക്കൽ അസോൾട്ട് മാത്രമല്ല, പബ്ലിക് ട്രയൽ. അതായത് അയാളെ തിരിച്ചു വിളിക്കുന്നു, അയാളെ ആദ്യം പീഡിപ്പിക്കുന്നു, അവിടെ കോളേജിൻ്റെ അടുത്തൊരു കുന്നിന് മുകളിലേക്ക് കൊണ്ടുവരുന്നു, തിരിച്ചയാൾ 21-ാം നമ്പർ മുറിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കോർട്ട് യാർഡുണ്ട്, ക്വാഡ്രാങ്കിൾ. ആ ക്വാഡ്രാങ്കിളിലേക്ക് ഇയാളെ കൊണ്ടുവരുന്നു, അടിവസ്ത്രം മാത്രം ധരിച്ച്. അവിടെ വെച്ച് ഇയാളെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയും. ആ ഹോസ്റ്റലിൽ എന്ന് ഏതാണ്ട് 130ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരോടെല്ലാം ഇറങ്ങി വന്ന് നിൽക്കാൻ പറയും. അവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് അതിഭീകരമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള റാഗിങ്ങിന് വിധേയനാണ്. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന SFI നേതാക്കന്മാരും ഡീനും ഉദ്യോഗസ്ഥന്മാരെല്ലാം പറഞ്ഞ് ആരും പുറത്ത് പറഞ്ഞു പോകരുത്. സമാനമായ സംഭവമല്ലേ ഇപ്പോൾ ഗാന്ധിനഗറിലുണ്ടായിരുന്നു? അല്ല എന്ന് ഞാൻ പറയില്ല. രണ്ടും രണ്ട് തരത്തിലുള്ളതാണെങ്കിലും ഇതുപോലുള്ള ബ്രൂട്ടലായിട്ടുള്ള ഇത്രയും ദിവസം നീണ്ടു നിന്ന ഫിസിക്കൽ അസോൾട്ടും ഒരു പബ്ലിക് ട്രയലും കോട്ടയത്ത് നടന്നിട്ടില്ല. കോട്ടയത്ത് നടന്നതിൻ്റെ പ്രാകൃത ഇല്ലെന്ന് ഞാൻ പറയും. ഇത് അതിഭീകരമായി. സ്വാഭാവികമായും ആ സംഭവം നടന്നതിനെ തുടർന്ന് നിമിഷ നേരത്തിനുള്ളിൽ അത് നടത്തിയവർക്ക് SFI നേതൃത്വവും പോലീസും സർക്കാരും ചേർന്ന് അവർക്ക് അർഹമായ ഒരു ശിക്ഷ അവർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ കോട്ടയത്തെയും ഈ കാര്യവട്ടത്തെയും ഒന്നും റാഗിങ് നടക്കില്ല. അല്ല, അതിന് പോലീസിനേക്കാളും സർക്കാരിനേക്കാളും ഉത്തരവാദി കോടതിയല്ലേ? രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്.
ഒന്ന്, ഇത് ഇപ്പോൾ ഈ ആൻറ്റി റാങ്ക് കമ്മിറ്റി എന്താ ചെയ്തത്? അവർ റിപ്പോർട്ട് ഒരു UGCയുടെ ഗൈഡ് ലൈൻസ് ഇറങ്ങി. അവരെന്ത് ചെയ്തു? ഈ കുട്ടികളെ കോളേജിൽ നിന്ന് പുറത്താക്കാനും അവർക്ക് 3 വർഷം അവരെ ഡീബാർ ചെയ്യാനുമായിട്ടുള്ള റിപ്പോർട്ടാണ് അവർ കൊടുത്തത്. സ്വാഭാവികമായും ആ ഇടക്കാല റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുകയും ആ SFI വിദ്യാർത്ഥികളെ സംഘടനയിൽ നിന്ന് ആ നിമിഷം തന്നെ പുറത്താക്കുകയായിരുന്നു പിന്നെ സർക്കാരും SFIയും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അവരെ രക്ഷിക്കാനുള്ള സകല ഞാനതിലേക്ക് വരാം. വഴികളും നോക്കിയില്ല. അപ്പം അവിടെ വെച്ച് തന്നെ ആ സംഭവം നടന്ന പോലെ അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നു. അവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ പോയപ്പോഴത്തേക്കും അവിടുത്തെ ഒരു മുൻ MLA CK ശശീന്ദ്രൻ കൂടെ പോയി മജിസ്ട്രേറ്റിന് എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ വിഷയത്തിൽ അവരെ രക്ഷിക്കാനുള്ള വമ്പൻ ശ്രമങ്ങളാണ് ഗവൺമെൻറ് ഭാഗത്തുണ്ടായത്. ആ ശ്രമങ്ങൾക്ക് തുടർച്ച കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അതാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ സംഭവം. 2 വിധിന്യായങ്ങൾ വന്നു. ഈ പ്രതികൾ ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ പോയപ്പോൾ CS ഡയസ് എന്ന് പറഞ്ഞൊരു ജഡ്ജ് എന്താ പറഞ്ഞതെന്നറിയാം? ഏറ്റവും പരിതാപകരം. ഈ കേസിൽ ജാമ്യത്തിന് ചെല്ലുമ്പോൾ അതിശക്തമായിട്ടുള്ള മെസ്സേജ് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഹൈക്കോടതി ന്യായാധിപൻ CS ഡയസ് പറഞ്ഞതെന്നറിയോ? 2.5 ദിവസം സിദ്ധാർത്ഥനെ ഇത്ര അതിക്രൂരമായി പീഡിപ്പിക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്ത സംഭവം SFIയുടെ ഈ പ്രതികൾ അയാളെ ചെയ്സൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്ന്. എന്താണ് അയാളെ ഗുണദോഷിക്കാൻ വേണ്ടി ചെയ്തതാണ് ചെയ്സൻ എന്ന് മാത്രമല്ല, ഇവരുടെ പിന്നെ ബ്രൂട്ടലായിട്ടുള്ള ഫിസിക്കൽ അസോൾട്ട് കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തതിന് എൻ്റെ മുമ്പിൽ ഒരു തെളിവില്ല. ഒരു ന്യായാധിപൻ, ഒരു ഹൈക്കോടതി ന്യായാധിപൻ, നമ്മൾ കീഴ്ക്കോടതിയല്ല, കേരളത്തിലെ സമുന്നതമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ഹൈക്കോടതി. അവിടുത്തെ ഒരു ന്യായാധിപൻ അയാൾ എന്തു ജഡ്ജിയാണെന്ന്. 1. 2, ഈ ജാമ്യം കിട്ടിയതോടുകൂടി ഈ പിള്ളേരെന്ത് ചെയ്തു? അവർക്കുള്ള ശിക്ഷ, അവരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും അവരെ 3 വർഷം ഡീബാർ ചെയ്യുകയും ചെയ്ത ശിക്ഷ അത് ഇളവ് ചെയ്യണമെന്ന് പറഞ്ഞൊരു വീണ്ടും കോടതി ചെയ്തു. ഇപ്പോൾ സിയാദ് റഹ്മാൻ എന്ന് പറഞ്ഞൊരു ജഡ്ജിനും അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? അയാൾ ഈ പ്രതികളുടെ സ്വാഭാവിക നീതി നിഷേധിച്ചു. അയാൾ പറയുകയാണ് അവർക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ചാർജ് കൊടുക്കണ്ടായിരുന്നു. കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് അവരുടെ വാദം പറയാൻ കഴിയില്ലായിരുന്നു. അവർക്ക് വാദം പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പം അതുകൊണ്ട് ഗുണമുണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2.5 ദിവസം സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചു കൊന്ന ഈ പ്രതികളുടെ സ്വാഭാവിക നീതിക്ക് വേണ്ടി ഒരു ജഡ്ജി വാവിട്ട് നിലവിളിക്കുകയാണ്. ആ ജഡ്ജി ഒരു നിമിഷമെങ്കിലും ഈ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞവനെ ഇത്ര ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നതിനെ കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ? അയാൾ ഈ ആൻറ്റി റാങ്ക് കമ്മിറ്റിയുടെ റിപ്പോർട്ട് റദ്ദാക്കി. ആലോചിച്ചു. എന്നിട്ട് ഈ പിള്ളേരെ മണ്ണുത്തി കോളേജിൽ പഠിപ്പിക്കാനുള്ള കൊടുത്തു. അപ്പം ഹൈക്കോടതി ന്യായാധിപന്മാർ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെല്ലാം സർക്കാർ കൂട്ടുന്നു. സർക്കാരിന് വേണ്ടതെന്ന് നടന്നു. അത് മാത്രമല്ല, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ DNA മറ്റും നിയമ സഹായങ്ങൾ നൽകാൻ പിരിവ് നടത്തി. അപ്പം സർക്കാർ നിസ്സംഗമായി നിൽക്കും, സർക്കാർ പ്രതികളെ സഹായിക്കുന്നു. അതിനേക്കാൾ ഭീകരമായ പ്രതികളെ കോടതിയും കൂടെ സഹായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവസാനം ഷീബയും ജയപ്രകാശും ഈ കേസിൽ കക്ഷി ചേർന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഡിവിഷൻ ബെഞ്ച് എന്ത് ചെയ്യുന്നറിയോ? ഈ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയില്ലേ സിയാദ് റഹ്മാൻ ചവിട്ടോട്ടെ കളഞ്ഞു. റാഗിങ് ഈസ് വേഴ്സ് ദാൻ വാൻഡലിസം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. എന്നുവെച്ചാൽ ഗുണ്ടായുസത്തെക്കാൾ ഭീകരമാണ് റാഗിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തിരിച്ച് കോളേജിൽ കയറ്റിയ സിയാദ് റഹ്മാൻ്റെ വിധി എടുത്ത് ചവിട്ടോട്ടെ കളഞ്ഞത് സ്റ്റേ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നമുക്ക് ഒരല്പം പിന്നെ ഇത് വിശ്വാസം പ്രതീക്ഷിക്കും. അപ്പോൾ ഈ പ്രതികളെ എല്ലാ സംരക്ഷണവും നൽകിയിട്ടുള്ള കോടതി പിന്നെ സർക്കാർ, പാർട്ടി, അതിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തിട്ടുള്ള കോടതി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും SFIക്കാരനെല്ലാം ഈ പറഞ്ഞ പോലെ അവന് പിന്നെ ആത്മധൈര്യമായി. കാരണം ഒരു ചെറുക്കനെ പീഡിപ്പിച്ച് കൊന്നിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല പ്രതികൾക്ക്. അതുകൊണ്ടാണ് അവന്മാർ കോൺഗ്രസുമായിട്ട് ഇറങ്ങി വേറിട്ട് കുത്തി. മനസ്സിലായി? അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അതിന് പകരം ഈ ഹൈക്കോടതി ഇവർക്ക് അനുകൂലമായിട്ടുള്ള ചെയ്യുന്നതിന് പകരം ശക്തമായിട്ടുള്ള, ഇപ്പോൾ അവർക്ക് ജാമ്യം കൊടുത്താലൊന്നും എനിക്ക് വലിയ വിരോധമില്ല, കാരണം 90 ദിവസം കഴിഞ്ഞ് ജാമ്യം കൊടുക്കും. പക്ഷേ ജാമ്യം കൊടുക്കുമ്പോഴും അവർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വാദങ്ങൾ കോടതി പറയണ്ടേ? ജാമ്യം കൊടുക്കണം എന്നുള്ളതാണ് നിയമം. പക്ഷേ നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ കുറ്റമാണ്. പരാമർശമെങ്കിലും നടത്തണമായിരുന്നു. അതിന് പകരം പരാമർശം നടത്തിയില്ലെന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള പരാമർശം
അല്ല, അതോടൊപ്പം തന്നെയാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം. കഴിഞ്ഞ മാസം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടത്തിയ ഭിന്നശേഷിക്കാരനായ SFI വിദ്യാർത്ഥിയെ SFIക്കാർ തന്നെ മർദ്ദിക്കുന്നു. ആ ഒരു തളർന്ന കാലിൽ, പോളിയോ ബാധിച്ച് തളർന്ന കാലിൽ ചവിട്ടി നിന്നുകൊണ്ട് ചവിട്ടി ഒടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതിന് ഗത്യന്തരമില്ലാതെ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുന്നു. പ്രതികളെ കാണാനില്ല, പ്രതികളെ കിട്ടിയിട്ടില്ല എന്ന് കന്റോൺമെന്റ് പോലീസ് പറയുമ്പോഴാണ് ഈ SFIയുടെ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് പിരിച്ചുവിട്ടു എന്ന് ജില്ലാ നേതൃത്വം പറയുന്നത്. പക്ഷേ അതേ കേസിലെ പ്രതി, പോലീസ് അന്വേഷിച്ചു നടക്കുന്ന കേസിലെ പ്രതി, ഈ പറയുന്ന ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയുടെ സുഹൃത്തിനെ വീണ്ടും മർദ്ദിച്ചു. അപ്പോൾ ഇത് സർക്കാരിന്റെയും പോലീസിന്റെയും ഒക്കെ ഒത്താശ. അത് ഞാൻ പറഞ്ഞു, സർക്കാർ, പോലീസ്, കോടതി. SFI എന്ന് പറഞ്ഞ സംഘടന, ആ സംഘടന നയിക്കുന്ന ആളാരാ? ആർഷോ, PM ആർഷോ. അയാൾക്കെതിരെ കേസ് എത്രയാ? 42 കേസ്. അതിലൊരു കേസ് ഏതാ? 2 വധശ്രമം. അഭിഭാഷകനെ ആക്രമിച്ച കേസിൽ ജാമ്യം റദ്ദാക്കിയിട്ടും കീഴടങ്ങാൻ നടക്കുന്നവനാണ് ഈ സംസ്ഥാന സെക്രട്ടറി. അവൻ വർഷങ്ങൾക്ക് മുമ്പ് സഹോദര സംഘടനയായിട്ടുള്ള ASFന്റെ നേതാവിനെ ജാതീയ നിക്ഷേപം നടത്തിയാണ് ഒരു വനിത പുലച്ചിന്നോ അങ്ങോട്ട് കയറി വിളിച്ചു. അപ്പം അതുപോലെ തന്നെ അവൻ കോളേജിൽ പഠിച്ചപ്പോഴത്തേക്ക് അവന് അറ്റൻഡൻസ് ഇല്ലാതെ ജയിച്ചു എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. അവനെന്തോ അടുപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത ദിവ്യ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടല്ലോ, വിദ്യ, അവരുടെ അത് കൊണ്ടുവന്നാണ്. കായംകുളത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടായപ്പോഴത്തേക്കും അതിനെ പരസ്യമായി ന്യായീകരിച്ചവനാണ്. മനസ്സിലായില്ലേ? TP ശ്രീനിവാസനെ അടിച്ചത് ശരിയായി പോയി ഇപ്പോഴും ബാധിക്കുന്നവനാണ്. അപ്പോൾ സംഘടനയ്ക്ക് ഇതുപോലത്തെ വൃത്തികേട് കാണിക്കുന്ന ഒരു നേതാവ്, എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി, എന്ത് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാലും അതിനെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി. ഇപ്പോൾ തന്നെ ഇന്നലെ പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനത്തിൽ ചെന്നിട്ട് SFIക്കാരെ മുഴുവൻ ന്യായീകരിക്കുകയാണ്. അതാണ് അവിടെയാണ് അത്ഭുതം. അതായത് അന്ന് ഈ നവകേരള സർക്കിട്ട് നടക്കുന്ന സമയത്ത് ഇയാളുടെ മുമ്പിൽ വെച്ചാണ് ചെടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ട് തലതല്ലി പൊളിക്കുന്നത്. അതിനെപ്പോലും രക്ഷാപ്രവർത്തനം എന്ന് ന്യായീകരിച്ചിട്ട് അതേ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ 86 വയസ്സായ ഒരു വൃദ്ധന്, കാരണം ഈ വയസ്സാകും തോറും ആൾക്കാർക്ക് അനുകമ്പ കൂടും അല്ലെങ്കിൽ സഹാനുഭൂതി കൂടും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മളെ അനുഭവവും അതാണ്. എങ്ങനെയാണ് ഈ മനുഷ്യന് ഈ ഇത്തരത്തിൽ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? പിണറായി വിജയന്റെ ഇന്നലത്തെ ആ ഒരു പ്രസംഗം ഇവർക്ക് കൂടുതൽ ബളം വെച്ച് കൊടുക്കുന്നതാണെന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് അയാൾ അങ്ങനെയാണ്. ഇപ്പം നവകേരള ഇത് നടന്ന സമയത്ത് DYFIയുടെ ക്രിമിനലുകൾ ഒരു പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ തല ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ച് അതിനെക്കുറിച്ച് വലിയ വിവാദം, വിമർശനം ഉണ്ടായപ്പോൾ എന്താ പറഞ്ഞത്? രക്ഷാപ്രവർത്തനം. അത് പരിഹസിക്കുന്നതല്ലേ ഈ പറയുന്ന ജനങ്ങൾ. TP ചന്ദ്രശേഖരൻ വധം നടന്നപ്പോൾ അയാൾ എന്താണ് പറഞ്ഞത്? കുലംകുത്തി എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം എവിടെ എന്ത് ആക്രമണം, എന്ത് വൃത്തികേടുകൾ നടന്നു കഴിഞ്ഞാലും അതിനെ കൈയച്ച് ന്യായീകരിക്കുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. മനുഷ്യവർഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും ആ കോട്ടയത്ത് നടന്നതിന് തള്ളിപ്പറയാതിരിക്കാൻ പറ്റുമോ? മനുഷ്യവർഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചു കൊന്നതിന് ന്യായീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി, MP ഗോവിന്ദനെ പോലൊരു പാർട്ടി സെക്രട്ടറി, PM ആർഷോയെ പോലെ SFIയുടെ സെക്രട്ടറി, ഇതുമുള്ളപ്പോൾ ഇനിയും ഇത് തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തെങ്കിലും തലയ്ക്ക് വെളിവ് CPM-നുണ്ടെങ്കിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൽ SFI എന്ന് പറഞ്ഞ ഈ സംഘടന ഡിസോൾവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അതൊരിക്കലും സംഭവിക്കില്ല. യൂണിവേഴ്സിറ്റി അല്ല, ഞാൻ പറഞ്ഞത് പൊതുമണ്ഡലത്തിന് പറയാനുള്ളൂ. യൂണിവേഴ്സിറ്റി കോളേജിൽ SFI യൂണിറ്റ് പിരിച്ചുവിട്ടതുപോലെ ഈ സംഘടന പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് പിരിച്ചുവിടുകയില്ലെന്ന് മാത്രമല്ല, ഇനിയും ഇതുപോലെ സംഭവിക്കും. അപ്പം ഞാൻ പറയുമ്പോൾ എറണാകുളം കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ എന്താ നടന്നത്? KG എന്താണ് NSA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുടെ രാഹുൽ രാജ് എന്ന് പറഞ്ഞൊരു SFIക്കാരൻ നേതാവാണ് ഈ പറഞ്ഞ പോലെ ഇതിട്ട് കുത്തുകയും അവിടെ ലോഷൻ ഒഴിക്കുകയും ഡമ്പൽ തൂക്കിയിടുകയും ചെയ്തിട്ടുള്ളൂ. അതിനെ ഒന്നും ഇയാൾ എതിർത്തിട്ടില്ല, അതൊന്നും വെച്ച് പുലർത്തില്ല SFI. അത് ചെയ്തവന് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ശിക്ഷ നൽകും എന്ന് പറയാനുള്ള ആർജവമാണ്. അത് അവിടെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് പ്രസക്തമാകുന്നത്. സിദ്ധാർത്ഥൻ്റെ കുടുംബാംഗങ്ങളോട് പിണറായി വിജയൻ മാപ്പ് പറഞ്ഞു. അപ്പോൾ കാര്യവട്ടത്ത് എന്താ സംഭവിച്ചത്? ഒരു ചെറുക്കനെ അതിഭീകരമായി മർദ്ദിച്ചു, വെള്ളം ചോദിച്ചപ്പോഴത്തേക്കും ആ കുപ്പി തുപ്പിയിട്ടാണ്. മനസ്സിലായി? അപ്പോൾ SFI എന്ന് പറഞ്ഞ സംഘടന, ഈ സംഘടന പഴയകാലത്ത് CP ജോണും തോമസ് ഐസക്കും സുരേഷ് കുറുപ്പും ഒക്കെ നയിച്ച സംഘടനയാണെന്ന് ഓർക്കണം. ആ സംഘടന ഇപ്പം ഇതെല്ലാം മാറ്റി നിർത്തിയിട്ടുണ്ട്. ക്യാമ്പസുകളിൽ ലഹരി, മദ്യപാനം ഇതൊക്കെ ഭീകരമായി പ്രോത്സാഹിപ്പിക്കുകയല്ലേ, അതിനെല്ലാം ചൂട്ട് പിടിച്ചു കൊടുക്കുകയല്ലേ സംഘടിച്ചു. അല്ല, മുഖ്യമന്ത്രി തന്നെ 2 ദിവസം മുമ്പ് സമ്മതിച്ചല്ലോ, കേരളത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ, ലഹരി മരുന്നിന്റെ ഉപയോഗം വ്യാപകമായിട്ടുണ്ടെന്ന്. ക്യാമ്പസിൽ ഒരു ഉളുപ്പുമില്ലാതെ സമ്മതിച്ചിരിക്കുകയാണ്. ക്യാമ്പസുകളിൽ ഇത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ
ക്യാമ്പസുകളിലെ ആധിപത്യമുള്ള സംഘടനകളിലെ SFI മിനിറ്റ് വിചാരിച്ചാൽ ഇതൊക്കെ പരിഹരിക്കാൻ കഴിയില്ലേ? അവരെല്ലാം ഉപയോഗിക്കുന്നത് അതാണ്. അപ്പോൾ അവരാണിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിയും MV ഗോവിന്ദനെ പോലൊരു പാർട്ടി സെക്രട്ടറിയും PM മാർഷയെ പോലൊരു സംസ്ഥാന സെക്രട്ടറിയും ഉള്ളപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ കേൾക്കാൻ നമ്മൾ മനസ്സാ തയ്യാറെടുത്തിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. എന്നാൽ എനിക്ക് പറയാനുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ CPM-ന്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനത്ത് ഗോവിന്ദനും വിദ്യാർത്ഥി SFIയുടെ തലപ്പത്ത് PM ആർഷോയും വരണം. കാരണം കമ്മ്യൂണിസം എന്ന ഈ ഒരു പ്രസ്ഥാനം ഒരു പരിധി കഴിഞ്ഞാൽ ആപത്ത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനത്തെ ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാനും ഈ സമൂഹത്തിൽ കൂടുതൽ ഉന്നതിയിലേക്ക് പോകാനും കഴിയൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എന്തായിരുന്നാലും ഈ തരത്തിലാണ് പോക്കെങ്കിൽ പൊതുജനങ്ങൾ സഹികെട്ടിരിക്കുകയാണ്. അവരേത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം സിദ്ധാർത്ഥൻ അങ്ങനെ ഒരുപാട് പേര് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹികെട്ട അളമുട്ടിയാൽ ചേരയും കടിക്കും. അവിടെ പിന്നെ ഒന്നും തടഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവരെയൊക്കെ ജനങ്ങൾ തെരുവിൽ നേരിടുന്ന തെരുവിൽ നേരിടുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.